ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വഴുതനങ്ങ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു നല്ല അടിപൊളി കറിയാണ്. വളരെ പെട്ടെന്ന് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സുഹൃത്തുക്കളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മടിക്കില്ല കേട്ടോ. നമുക്ക് ഈ കറി ഒന്ന് തയ്യാറാക്കാനായിട്ട് നോക്കാമേ. എൻ്റെ ഒരു ചെറിയ ലൂവിക്കയുടെ കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ കുറച്ച് പുളി വെള്ളത്തിൽ ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് ഇട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമുള്ള പുളിയാണ് ഞാനിപ്പം വെള്ളത്തിലിട്ടിട്ടുള്ളത്. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 വഴുതനങ്ങ അരിഞ്ഞതെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴുതനങ്ങ നേരത്തെ നമ്മൾ പീസാക്കി മുറിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ വെള്ളത്തിലിടുമ്പോൾ അതിന് കുറച്ച് കറയൊക്കെ ഉണ്ട്. അതൊന്ന് പോകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം വേണം വഴുതനങ്ങ കറി വെക്കാനായിട്ട് എടുക്കാൻ. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴുതനങ്ങയുടെ സവാളയുടെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടുന്നിടം വരെ ആ വഴുതനങ്ങയുടെ വെള്ള നിറമൊക്കെ ഒന്ന് മാറി ഒരു യെല്ലോയിഷ് കളറായി മാറും. അങ്ങനെ ഒന്ന് മാറി കിട്ടുന്നിടം വരെ വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളു കായം കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നല്ലതുപോലെ പൊടികളുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയെടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിരാനിട്ടിരുന്ന പുളി നല്ലതുപോലെ ഉടച്ച് പിഴിഞ്ഞ് ആ പുളിയുടെ വെള്ളം ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടപ്പ് വെച്ച് അടച്ച് ആ വഴുതനങ്ങ ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം. അങ്ങനെ ഒന്ന് വേവിച്ച് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കണം. പത്തിളയൊക്കെ വന്ന് നല്ലതുപോലെ ഇപ്പം ഒരു 3/4 വേവായി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലതുപോലെ കറിയൊക്കെ ഒന്ന് കുറുകി വഴുതനങ്ങയൊക്കെ വെന്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് താളിച്ചിരിക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. വെളിച്ചെണ്ണ കറി വെച്ചാൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ലതുപോലെ ഇപ്പം കാണാൻ പറ്റും, ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ താളിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ താളിച്ചെടുത്ത ഈ മിക്സ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു വഴുതനങ്ങ കറി പെട്ടെന്ന് തന്നെ ഈസിയായിട്ട്, വഴുതനങ്ങ മാത്രം മതി, പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് ചോറിൻ്റെ കൂടെയും ഇപ്പോൾ പഴങ്ങിയുടെ കൂടെയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കൂളിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ കൊടുത്തു വിടാൻ പറ്റുന്ന ഈ ഒരു ഈസി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.